ഇവിടെ വരുമ്പോൾ വഴിക്ക് വെച്ച് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് മഹാനായ കാന്തപുരം ഉസ്താദിനെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞ് നിന്ദിച്ചുകൊണ്ടുള്ളൊരു നോട്ടീസിന്റെ ചുവടെ മഹാനായ കണ്യത്തുസ്താദിനെ പറ്റി ഇങ്ങനെ എഴുതി കണ്ടു: സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. കണ്യത്തുസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് 25 വർഷം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ കണ്യത്തുസ്താദ് ബോധത്തോടെ അങ്ങനൊരു പ്രാർത്ഥന നടത്തൂല എന്ന് ഏത് പണ്ഡിതനും അറിയാം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ശക്തമായി വിരോധിച്ചൊരു സംഗതിയാണ് മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അതറിയാത്ത ജാഹിലല്ല കണ്യത്തുസ്താദ്, മറിച്ച് കേരളം കണ്ട പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. ഉസ്താദുൽ അസാതീദ് എന്നാണ് മഹാനവറുകൾക്ക് പേര് തന്നെ പറയാറുള്ളത്. റഈസുൽ മുഹദ്ദിഖീൻ എന്നാണ് പേര് പറയാറുള്ളത്. ആ കണ്യത്തുസ്താദ് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെതിരെ പ്രാർത്ഥിക്കുമെന്ന് ഒരു സുന്നിയായ വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ കിതാബ് അദ്ബുൽ മുഫ്റദാണിത്. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ ഞാൻ ഈ നോട്ടീസ് ഇവിടെ കണ്ടപ്പോ, ആ നോട്ടീസ് കിട്ടിയപ്പോ ആ ഹദീസ് ഞാൻ എന്റെ ശിഷ്യൻ അതേ ആരിഫ് സഖാഫിക്ക് വിളിച്ച് ആ കിതാബെന്ന് നോക്കി ഹദീസ് പറഞ്ഞു തരണോന്ന് പറയുമ്പോഴാണ് നിങ്ങളെ സ്റ്റേജിലുള്ള ബാക്കവി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ കിതാബ് എടുത്ത് എനിക്ക് കൊണ്ടുതരുന്നത്. ഈ കിതാബിൽ നിങ്ങൾക്ക് കാണാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അടിസ്ഥാനമാക്കി ഇമാം ബുഖാരി അവിടുത്തെ കിതാബുൽ മുഫ്റദിൽ ഒരു അധ്യായം കൊടുക്കുന്നു. ബാബു ലാ തഖുൽ ഖബ്ബഹല്ലാഹു വജ്ഹ, അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായം ഒരു ബാബ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുക്കുകയാണ്. അയാളുടെ മുഖം കെടുത്തട്ടെ എന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. ഹദ്ദസനാ ഹജ്ജാജുൻ ഖാല ഹദ്ദസനാ ഇബ്നു ഉയൈന അൻ ഇബ്നു ജിലാൻ അൻ സഈദ് അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു: ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹ, അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്നൊരു മുസ്ലിമിന്റെ പേരിൽ, ഒരു മനുഷ്യന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായി ഹദീസ് കൊണ്ടുവരുന്ന ഇമാം ബുഖാരി അതിൽ ഇങ്ങനെയും കാണാൻ: ലാ തഖൂലന്ന ഖബ്ബഹല്ലാഹു വജ്ഹക വവജ്ഹ മൻ അസ്ബഹ വജ്ഹക, നിന്റെ മുഖം അല്ലാഹു കെടുത്തട്ടെ എന്നോ നിന്റെ മുഖത്തോട് തുല്യതയുള്ള മുഖം കെടുത്തട്ടെ എന്നോ നിങ്ങൾ ഒരിക്കലും പറഞ്ഞേക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ കണ്യത്തുസ്താദ് ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്റദ് കാണാത്ത ആളാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് മഹാനായ കണ്യത്തുസ്താദ് ബോധത്തോടുകൂടി അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയെന്ന് നിങ്ങളാരും വിശ്വസിക്കരുതേ മുസ്ലിമീങ്ങളെ. അതേ ഇബ്ലീസിന്റെ ശത്രുക്കളായ 15 കക്ഷികളെ ഇബ്ലീസ് തന്നെ പറഞ്ഞ കൂട്ടത്തിലൊരു കക്ഷിയാണ് ആലിമുൻ മുതഖസ്സിൻ, ഭക്തിയുള്ള പണ്ഡിതൻ. അത്തരത്തിലുള്ള ഭക്തിയുള്ളൊരു പണ്ഡിതനായിരുന്നു മഹാനായ കണ്യത്തുസ്താദ്. റസൂലുള്ളാഹിക്കെതിരെ ചെയ്യൂല അങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന് മഹാനായ കണ്യത്തുസ്താദിനെ സംബന്ധിച്ച് 25 കൊല്ലമായി പ്രാർത്ഥിച്ചിട്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ കണ്യത്തുസ്താദിന്റെ ശത്രുക്കളാണ്, ആലിമീങ്ങളെ ശത്രുക്കളാണ്, ഇബ്ലീസിന്റെ മിത്രങ്ങളാണ്. മുസ്ലിമീങ്ങൾ ഗൗരവത്തോടെ കാണണം.